കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിലെ 51 സങ്കീർത്തനത്തിന്റെ ചില എപ്പിസോഡുകൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഇടവിട്ട് നമുക്ക് പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇടയ്ക്ക് അതിപ്രധാനമായ മറ്റു ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടായിരുന്നു സങ്കീർത്തന പുസ്തകത്തിലെ പഠനം അങ്ങനെ ഓൾട്ടർനേറ്റീവായി വന്നത്, ഇടവിട്ട് വരുവാൻ ഇടയായിത്തീർന്നത്. എങ്കിലും അത് പലർക്കും ഗുണം ചെയ്യുന്നു എന്നറിയിച്ചുള്ളതുകൊണ്ട് ഞാനത് മുടക്കിയിട്ടില്ല. ഈ ദൈവം വെച്ചാൽ 150 സങ്കീർത്തനങ്ങളുടെയും വ്യാഖ്യാനം ആ നിലയിൽ കുറേശ്ശെയായി പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറെക്കുറെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു 40-45 സങ്കീർത്തനങ്ങൾ കൂടെ ഉള്ളൂ. 51 സങ്കീർത്തനത്തിന്റെ 18-ഉം 19 വാക്യങ്ങളാണ് ഇന്ന് വാസ്തവത്തില് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഈ 51 സങ്കീർത്തനത്തിന്റെ 18-ഉം 19 വാക്യങ്ങളിൽ ദാവീദ് ദൈവസന്നിധിയിൽ വളരെ സന്തോഷമായി പറയുന്ന ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമാണ്. Then you shall be pleased with the sacrifice of righteousness. അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും അപ്പോൾ നീ എന്ത് ചെയ്യും? പ്രസാദിക്കും. അപ്പോൾ ഞാൻ നിന്റെ യാഗപീഠത്തിന്മേൽ എന്റെ കാളുകളെ അർപ്പിക്കും. ഇവിടെ നീതിയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും ദൈവം പ്രസാദിക്കുന്നത് എപ്പോഴാണ് എന്ന് ദാവീദ് പറയുകയാണ്. നാം ഓർത്തുപോലെ പഠിച്ചതുപോലെ ഈ സങ്കീർത്തനം ദാവീദിന്റെ അനുതാപ സങ്കീർത്തനമാണ്. വാസ്തവത്തിൽ നമുക്ക് 3 നിലയിൽ ജീവിക്കാൻ സാധിക്കും. ഒന്ന്, വി ക്യാൻ ലീവ് ടു പ്ലീസ് അവേഴ്സെൽവ്സ്. നമ്മെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. വി ക്യാൻ ലീവ് ടു പ്ലീസ് അതേഴ്സ്. മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ബട്ട് എബവ് ഓൾ വി ഷുഡ് ലീവ് ടു പ്ലീസ് ദ ലോർഡ്. ഇതിലെല്ലാം ഉപരിയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെ എന്നറിഞ്ഞ് നമ്മൾ അങ്ങനെ ജീവിക്കാനായിട്ട് തയ്യാറാകണം. ദാവീദ് തന്റെ ഈ അനുതാപ സങ്കീർത്തനം പറഞ്ഞവസാനിപ്പിക്കുന്നത് then ye shall be pleased with the sacrifice of, അപ്പോൾ നീ നീതിയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും എന്നാണ്. ഇവിടെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, നമ്മുടെ ആരാധന, നമ്മുടെ ബൈബിൾ ക്ലാസുകൾ, നമ്മുടെ ക്യാമ്പുകൾ, നമ്മുടെ വിവിധങ്ങളായ ശുശ്രൂഷകൾ, അത് കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമുള്ളവർ വരെയുള്ള എല്ലാ ശ്രേണിയിൽപ്പെട്ട ആളുകളുടെയും നാം ചെയ്യുന്ന ശുശ്രൂഷകൾ വാസ്തവത്തിൽ അത് നമ്മെ തന്നെ പ്രസാദിപ്പിക്കാനാണോ, അതോ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനാണോ, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ എന്നുള്ളത് പ്രത്യേകം വിചിന്തനം ചെയ്യണം. ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തം പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ദൈവത്തോട് ചെയ്ത തെറ്റുകൾക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അപ്പോഴാണ് ദൈവം നമ്മുടെ നീതിയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കുന്നത്. A.W. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു ദൈവദാസനോട് അദ്ദേഹം പറയുന്നത്, ഗോഡ് ഈസ് നോട്ട് ഹാർഡ് ടു ഗെറ്റ് അലോങ് വിത്ത്. നമുക്ക് ദൈവത്തോടെ യാത്ര ചെയ്യാൻ വരുന്ന വലിയ പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, ഞാന് ഈ മനുഷ്യരുടെ കയ്യിൽ വീണു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നതാണ്. എവിടെയാണ്? 2 ശമൂവേൽ 24 അധ്യായത്തിന്റെ 14 വാക്യം. അവിടെ ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. 2 ശമൂവേൽ 24:14. ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്ന ദൈവമാണ്. നമ്മെയും നമ്മിലുള്ളതിനെയും നന്നായിട്ട് അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെല്ലാം നന്നായി അറിയുമ്പോൾ തന്നെ ഗോഡ് ലവ്സ് us. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ദൈവത്തിലാണ് സന്തോഷിക്കുന്നത്. കാരണം അറിയാമോ, നമ്മൾ പരിപൂർണരായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ അല്ല, നമ്മുടെ എല്ലാ ബലഹീനതകളും നമ്മിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ. മറ്റു പല ആളുകളും അവർ തങ്ങൾ തന്നെ അപൂർണരായിരിക്കുമ്പോൾ, അപരിപൂർണരായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ പൂർണ്ണത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നവരുമാണ്. എന്നാൽ ദൈവം അങ്ങനല്ല. ദൈവം നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുന്നവനാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തോട് അവിടുന്ന് സഹതാപം കാണിക്കുന്നവനാണ്. എപ്പോഴും ക്ഷമ കാണിക്കുന്നവനാണ്. മഹാപാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. ആ ദൈവം നമുക്ക് വേണ്ടി പദ്ധതി ആവിഷ്കരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. റോമർ 8:28 വായിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഗോഡ് പ്ലാൻസ് ഫോർ us ഈസ് ഫോർ ഗുഡ് ആൻഡ് അവർ എൻജോയ്മെന്റ്. നമ്മുടെ സന്തോഷത്തിനും
നമ്മുടെ നന്മയ്ക്കും തന്റെ മഹത്വത്തിനും വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ദോഷമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളോ, ദോഷമായി നമുക്ക് തോന്നുന്നവയും അനുഭവപ്പെടുന്നവയും നന്മയ്ക്കായും ദൈവമഹത്വത്തിനായും ദൈവം ചെയ്യുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ വാസ്തവത്തില് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം എന്താണ്? an obedient walk, not sacrifice. ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുക എന്നുള്ളതല്ല, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അനുസരണമില്ലാതെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ ശൗൽ എന്താ ചെയ്തേ? അവനെ ശമൂവേൽ വരുന്നവരെ കാത്തിരിക്കാൻ മനസ്സിലായിരുന്നു, അതിനുള്ള അനുസരണമില്ലായിരുന്നു. അനുസരണമില്ലാതെ യാഗം അർപ്പിച്ചു, അതോടെ സിംഹാസനം പോയി, അവന്റെ രാജ്യത്വം പോയി, എല്ലാം പോയി, പരിശുദ്ധാത്മാവ് അവരെ വിട്ടുപോയി, കൃപയും അവൻ നഷ്ടമായി. അപ്പോൾ വാസ്തവത്തിൽ വേണ്ടുന്നത് എന്താണ്? അനുസരണമാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തില് ദാവീദ് മാനസാന്തരം കൂടാതെ യാഗം ദൈവസ്ഥനിൽ അർപ്പിച്ചിരുന്നെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ദൈവസനയിൽ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് തന്റെ തെറ്റുകളെ ദൈവസനയിൽ ഏറ്റുപറഞ്ഞ് അവ ഉപേക്ഷിച്ച ശേഷം ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ നീതിയാഗങ്ങളെയും ഹോമയാഗങ്ങളെയും അർപ്പിക്കുവാൻ ദാവീദ് തയ്യാറായത്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു എന്ന് ദാവീദ് ഏറ്റുപറഞ്ഞു. വാസ്തവത്തിലൂടെ ഈ ദാവീദ് ഈ സങ്കീർത്തനം പര്യവസാനിപ്പിക്കുന്നത് നമുക്ക് വളരെ വളരെ വായിച്ചു കഴിഞ്ഞാൽ പ്രയോജനകരമായി അല്ലെങ്കിൽ സന്തോഷകരമായി തോന്നും. അവൻ എന്താ വായിക്കുന്നത്? ഡു ഗുഡ് ഇൻ യുവർ ഗുഡ് പ്ലഷർ ടു സയോൺ, ബിൽഡ് ദ വാൾസ് ഓഫ് ജെറുസലേം. യഹോവേ, സിയോനോട് കരുണ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണം. 18-ാം വാക്യം. യഹോവേ, സിയോനോട് കരുണ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണം. യെരുശലേമിന്റെ രാജാവായി സിംഹാസനിലിരിക്കുന്ന ദാവീദ് യെരുശലേമിന്റെ ആധിപന വിരോധമായി പാപം ചെയ്തപ്പോൾ വാസ്തവത്തിൽ യെരുശലേമിന്റെ മതിലുകൾ, അതിന്റെ സംരക്ഷണത്തെ അവൻ തകർക്കുകയായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യായിരുന്നു? യെരുശലേമിന് ഡിസ്പ്ലഷർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദം അല്ലാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുകയായിരുന്നു. ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇസ്രായേലിനെ എന്റെ ദൈവത്തിനെതിരെ അപവാദം പറയാൻ, അവനെ ദുഷിക്കാനുള്ള മാർഗം ദാവീദ് ചെയ്യുകയായിരുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശത്രുക്കൾ നമ്മെ നോക്കി നാം വിശ്വസിക്കുന്ന ദൈവത്തെ ദുഷിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ ദൈവവചനം വായിക്കുന്ന നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കുവാൻ ഇടയായിത്തീരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദ് ദൈവസ്ഥന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഞാൻ എന്റെ പാപങ്ങളെ എന്റെ ദൈവത്തോട് അറിയിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം അവന്റെ പാപങ്ങളെ അവനോട് ക്ഷമിച്ചു. അവൻ പറയണേ, യഹോവേ, യെരുശലേമിന്റെ മതിലുകളെ, സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും സമാധാന യാഗങ്ങളിലും ഹോമയാഗങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. നമ്മുടെ ജീവിതം വാസ്തവത്തിൽ സിയോന്റെ മതിലുകളെ, സിയോന് നന്മ ചെയ്യുന്നതും യെരുശലേമിന്റെ മതിലുകളെ പണിയുന്നതും ആണോ, അതോ സമാധാനത്തിന്റെ ഭിത്തികൾ ഇടിച്ചു കളയുന്നതാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം കൃപയട്ടെ. ദാവീദ് തന്നെത്താൻ ശോധന ചെയ്തു. അവൻ അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായ വഴിപാടും യാഗം അർപ്പിച്ചു. ആ യാഗം ദൈവത്തിന് പ്രസാദകരമായി. അവൻ അനുഗ്രഹീതരായി തീർന്നു. ദൈവത്തിങ്കിലേക്ക് സമ്പൂർണമായി യഥാസ്ഥാനപ്പെട്ടു. നമുക്കും നമ്മുടെ കർത്താവ് കാണിച്ചിരുന്ന പ്രകാശമനുസരിച്ച് ദാവീദിന്റെ ഈ അനുതാപ കീർത്തനം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം കൊണ്ട് യെരുശലേമിന്റെ മതിലുകളെ പണിയുന്നതാണോ ഇടിച്ചു കളയുന്നതാണോ എന്ന് ശോധന ചെയ്യുവാനും സിയോന്റെ നന്മയ്ക്ക് കാരണമായി തീരുന്നതാണോ എന്ന് നമ്മെ തന്നെ സൂക്ഷ്മ പരിശോധന ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം ബഹുത്തപ്പെടുമാറാകട്ടെ.